നമസ്കാരം. നൈറ്റ് ഷെയർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ട്രാവൽ വീഡിയോ ആണ് ചെയ്യുന്നത്. പഞ്ചാബിലാണ്. പഞ്ചാബിൻ്റെ ഭംഗി പരമാവധി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം നല്ല തണുപ്പാണ്. അപ്പം കുറേയൊക്കെ വിഷ്വൽസ് ഈ ഫോഗ് കാരണം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും മാക്സിമം വീഡിയോസ് എടുത്ത് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. തിരുവനന്തപുരത്തു നിന്നാണ് പഞ്ചാബിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. ചണ്ഡീഗഡിലേക്കാണ് ടിക്കറ്റ് എടുത്തിരുന്നത്. കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. ബാംഗ്ലൂർ ഇറങ്ങിയ ശേഷമാണ് ചണ്ഡീഗഡിലേക്ക് യാത്ര തുടങ്ങിയത്. ചണ്ഡീഗഡിൽ പക്ഷേ സീറോ വിസിബിലിറ്റി ആയിരുന്നു. ഫ്ലൈറ്റ് ഏകദേശം 1.25 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ലാൻഡ് ചെയ്തത്. അതേ പ്രശ്നം നമ്മൾ പഞ്ചാബിലേക്കുള്ള യാത്രയിലും ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഫോഗായിരുന്നു. ഫോർ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടാണ് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോയത്. എന്നിരുന്നാലും നല്ല റോഡായതുകൊണ്ട് 2.5 മണിക്കൂർ കൊണ്ട് പഞ്ചാബിലേക്ക് എത്താൻ സാധിച്ചു. പഞ്ചാബിലും സെയിം കാലാവസ്ഥ തന്നെയായിരുന്നു. മൂടൽമഞ്ഞ് നല്ല രീതിയിലുണ്ടായിരുന്നു. പഞ്ചാബിൽ ഞങ്ങൾ ഇറങ്ങിയത് ഏകദേശം 11:30-12 മണി കഴിഞ്ഞു. അപ്പോഴത്തേക്കും അത്യാവശ്യം ഫോഗൊക്കെ മാറി നല്ല വിസിബിലിറ്റി ആയി. നല്ല ഗോതമ്പ് പാടവും നല്ല കടുക് പാടമാണ് നമുക്ക് ആദ്യം കാണാൻ കിട്ടിയത്. നല്ല കാഴ്ചയാണ്. കടുക് പാടം പൂത്ത് നിൽക്കുന്നത് വളരെയധികം ഭംഗിയാണ്. പഞ്ചാബിൻ്റെ പ്രധാന ഭംഗിയും അതുതന്നെയാണ്. പണ്ടത്തെ അപേക്ഷിച്ച് പക്ഷേ ഇപ്പോൾ കടുക് പാടം വളരെ കുറവാണ്. എന്നിരുന്നാലും അതിൻ്റെ ഭംഗി ഒട്ടും ചോർന്നു പോയിട്ടില്ല. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് മിലിറ്ററി ക്വാർട്ടേഴ്സ് ഒരുപാടുള്ളൊരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല രീതിയിൽ റോഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്ന് വൈകുന്നേരം ഇവിടെ മകരവിളക്ക് പ്രമാണിച്ച് ഇവിടെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക ആഘോഷമുണ്ട് എന്നറിഞ്ഞു. അപ്പം നമ്മൾ പഞ്ചാബിൽ വന്നിട്ട് ഇവിടുത്തെ മകരവിളക്കൊന്ന് കാണാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം നേരെ അങ്ങോട്ട് പോകാനാണ് പ്ലാൻ. നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് പഞ്ചാബിലെ ജലന്ധറിലുള്ള അയ്യപ്പ ക്ഷേത്രത്തിലാണ്. അപ്പം മകരവിളക്ക് ദിവസമായി ഇന്ന് ഇവിടെ നല്ല ആഘോഷങ്ങളൊക്കെ ഉണ്ട്. സ്പെഷ്യൽ പൂജയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് നേരെ അതിൻ്റെ വിഷ്വൽസിലേക്ക് കിടക്കാം. അപ്പം ശബരിമലയിൽ മകരവിളക്ക് തെളിഞ്ഞ സമയത്ത് ഇവിടെ എന്തൊക്കെയാണ് ആഘോഷങ്ങളെന്ന് നമുക്ക് നോക്കാം. പഞ്ചാബിലെ മലയാളികൾ എത്തുന്ന ഒരു പ്രധാന സ്പോട്ടാണ് കേട്ടോ ഈ അയ്യപ്പ ക്ഷേത്രം. എല്ലാ ദിവസവും ഇവിടെ വഴിപാടുകളൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് മകരവിളക്കായതുകൊണ്ടാണ് നല്ല രീതിയിലുള്ള ആഘോഷങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. നാട്ടിലെവിടെയാ എന്നുള്ള ചോദ്യം പ്രധാനമായിട്ട് ഇവിടെ കേൾക്കാം. നമ്മൾ മലയാളികൾ ദൂര സ്ഥലത്ത് പോയാൽ പ്രധാനമായിട്ടും ചോദിക്കുന്നൊരു ചോദ്യമാണല്ലോ നാട്ടിലെവിടെയാണെന്നുള്ളത്. ഞങ്ങൾ എത്തിച്ചേർന്ന സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പറയിടിയിൽ വഴിപാട് നടക്കുന്ന സമയമായിരുന്നു. പൂക്കൾ കൊണ്ടൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ അലങ്കരിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പ്രത്യേകതയെന്ന് വെച്ചാൽ ഷർട്ട് ഇട്ടുകൊണ്ട് പൂജ ചെയ്യുന്ന പോറ്റിയെ കാണാൻ പറ്റി എന്നതാണ്. ഷർട്ട് ഇടാതെ നിൽക്കാൻ പറ്റില്ലല്ലോ, നല്ല തണുപ്പാണ്. അതുകൊണ്ട് അദ്ദേഹം ഷർട്ട് ഇട്ടുകൊണ്ടാണ് ഈ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കയ്യില്ലാത്ത ഉടുപ്പാണെന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകത. ഇപ്പോൾ ഈ കാണുന്നത് അമ്പലത്തിനോട് ചേർന്നുള്ള ഭക്ഷണശാലയാണ്. നാട്ടിൽ നമ്മൾ കല്യാണത്തിൻ്റെ തലേന്നത്തെ ഒരു റിസപ്ഷൻ പാർട്ടി പോലെ തോന്നും. ആ രീതിയിൽ തന്നെയാണ് ഇവിടെ ആഹാരം നൽകുന്നത്.
ഒരു പരിപ്പ് വട പോലുള്ള സംഭവമാണ് ആൾക്കാരെല്ലാം കഴിക്കുന്നത്. അതിനോടൊപ്പം മധുരവും ചട്നിയും ഒക്കെ ഇവർ നൽകുന്നുണ്ട്. വെള്ളവും ആവശ്യത്തിന് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ നൽകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതേ കണക്കൊരു സംഭവം വന്നാൽ നല്ല തിരക്കും ഇടിയൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ അത്തരത്തിലൊരു ബുദ്ധിമുട്ടില്ല. എല്ലാവർക്കും ആഹാരം ലഭിക്കുന്നുണ്ട്. മധുരമുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒരു ചട്നി കൂടെ നൽകുന്നുണ്ട്. പിന്നീട് നമ്മുടെ പാനിപൂരിയെ പോലിരിക്കുന്ന ഒരു സംഭവം കൂടെ കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ പ്രത്യേക ഒരു പാത്രത്തിലാക്കി നല്ല വൃത്തിയായിട്ടാണ് നൽകുന്നത്. ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടി അവിടെ സേവനം ചെയ്യുന്നുമുണ്ട്. ഇത്തരത്തിൽ ആഹാരമൊക്കെ കഴിച്ച് 1 മണിക്കൂർ പിന്നിട്ടതേ ഉള്ളൂ. 9 മണിയായപ്പോഴേക്കും അടുത്ത അന്നദാനത്തിനുള്ള സമയമായി. നിലത്തിരുത്തി പ്ലേറ്റിലാണ് അന്നദാനം നൽകുന്നത്. ചോറ്, പരിപ്പ് കറി, ചപ്പാത്തി, പച്ചക്കറി അരിഞ്ഞ ഇതൊക്കെ ഉൾപ്പെടെയാണ് ആഹാരം നൽകുന്നത്. ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഭക്ഷണ രീതിയാണ്. എന്നിരുന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. വന്ന എല്ലാവരും ഈ ആഹാരം ഒക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് മടങ്ങുന്നത്. ആഹാരമൊക്കെ കഴിച്ച് എല്ലാവരും വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പായി. തണുപ്പാണ് പ്രധാന വില്ലൻ. 7 ഡിഗ്രിയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. മകരവിളക്ക് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ജലന്ധർ ക്യാൻറ്റിലാണ് താമസം. ഏകദേശം അരമണിക്കൂർ യാത്രയുണ്ട് ഇവിടുന്ന്. നൈറ്റ് റൈഡ് ഒട്ടും സേഫ് അല്ല. കാരണം പല സ്ഥലത്തും മഞ്ഞ് കാരണം നമുക്ക് വിസിബിലിറ്റി കട്ടാവും. അപ്പം കാഴ്ചയിൽ നല്ല ഭംഗി തോന്നുമെങ്കിലും പഞ്ചാബിലെ നൈറ്റ് റൈഡ് അത്ര സേഫ് അല്ല. അപ്പോൾ പഞ്ചാബിലെ മറ്റ് വിശേഷങ്ങളും വീഡിയോസുമായിട്ട് ഉടനെ എത്തും. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയുമായി ഉടനെ നിങ്ങളുടെ അടുത്ത് എത്താം. ബൈ.